യു കെയിലെ കറണ്ട് സിറ്റുവേഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തതിൽ ILR എന്നൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ILR? ഇൻഡെഫിനിറ്റ് ലീവ് ടു സ്റ്റേ എന്ന് വെച്ചാൽ അവിടെ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ലോങ് ടൈം ബേസിസിൽ യു കെയിൽ സ്റ്റേ ബാക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഈ ILR എന്ന് പറയുന്നത്. ബേസിക്കലി ILR 3 years to 10 years ആണ് ഇതിൻ്റെ ഇയർ ഓഫ് ഡ്യൂറേഷൻ വരുന്നത്. ഇനി ഇത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? ടയർ 2 വിസയിലോ ടയർ 3 വിസയിലോ നിൽക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതിൽ അപ്ലൈ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. ബേസിക്കലി ഇതൊരു സ്കിൽഡ് മൈഗ്രൻ്റ് പ്രോഗ്രാം പോലെ തന്നെയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാമിൽ ആർക്കും പങ്കെടുക്കാം. ഇതിൽ ഏജ് ലിമിറ്റ് ഇല്ല. അതുപോലെ തന്നെ ഈ ILR എന്ന് പറഞ്ഞ പ്രോഗ്രാം ക്ലിയർ ചെയ്ത് അതിൽ വിസ സ്റ്റാമ്പ് ചെയ്ത ഒരു വ്യക്തിക്കാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ബെനിഫിറ്റ്സിനും എലിജിബിലിറ്റി ഉണ്ട് യു കെ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും പ്രൊഫൈൽ ബേസ് ചെയ്തിട്ടാണ് ഈ ILR നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റുകയും ഓരോ വ്യക്തിയുടെ പ്യുവർലി പ്രൊഫൈലിനെ ബേസ് ചെയ്തിട്ടാണ് ഒരാൾക്ക് ILR ഇഷ്യൂ ചെയ്ത് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തുള്ള ഒരു വ്യക്തിക്കല്ല ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇത് യു കെയിൽ തന്നെ ഉള്ള ഒരു വ്യക്തി, അവിടുത്തെ ഒരു റെസിഡൻ്റ് ആയിട്ടുള്ള അവിടുത്തെ ഒരു ലീഗൽ വിസയിൽ നിൽക്കുന്ന ഒരാൾക്കാണ് ഇതിനുള്ള എലിജിബിലിറ്റി ഉള്ളത്. ഈവൻ ബിസിനസ് പേഴ്സണിന് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി അവിടെ ഇപ്പോൾ ഡാൻസും ആർട്ട് ഫോംസ് എല്ലാം അവരുടെ ഷോർട്ടേജ് ഒക്യുപ്പൻസി ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൊഫഷനിലുള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ സ്കിൽഡ് വർക്കറിന് ഡൊമസ്റ്റിക് വർക്കേഴ്സിന് ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു സീരീസ് ഓഫ് ഇന്നൊരു പ്രൊഫഷന് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്നൊരു പ്രൊഫഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നൊരു ഇതില്ല. ഇതിൽ ബേസിക് ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യു കെയിൽ റെസിഡൻ്റ് ആയിട്ടുള്ള ലീഗലി വിസയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ രാജ്യത്തിൻ്റെ GDPയെ ബൂസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ അവിടുത്തെ ഇപ്പോഴത്തെ ഷോർട്ടേജ് ഒക്യുപ്പൻസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്കില്ലുള്ള വ്യക്തിയോ അങ്ങനെ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയോ ആയിരിക്കണം. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് യു കെയുടെ പുറത്ത് നിന്ന് ഒരു വ്യക്തിക്ക് ILR ഫയൽ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. അപ്പോൾ ദോസ് ഹു ആർ ഇൻസൈഡ് യു കെ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ പ്ലീസ് കോൺടാക്ട് us ഫോർ മോർ ഡീറ്റെയിൽസ്. ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ കൂടുതൽ വീഡിയോസിന് പ്ലീസ് ലൈക്ക് അവർ ചാനൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കും എത്തിക്കുക. നമുക്ക് റീച്ചാണ് അത്യാവശ്യം. നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും നമുക്കതൊരു പോസിബിലിറ്റിയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും.